ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അർച്ചന. ഈ ചാനലിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരള PSC റിലേറ്റഡ് SCERT ക്ലാസ്സസ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ആണ്. ഞാൻ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പാഠഭാഗങ്ങളിലൂടെയാണ്. അധികം മുഖവരിയില്ലാതെ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ വരുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് മാനവികത. ഈ ഒരു അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ അധ്യായം നോക്കുമ്പോൾ കാണാം, ഇതിലെ ആദ്യ ഭാഗത്ത് തന്നെ കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ശാസ്ത്ര ചിന്തകനായ റോജർ ബേക്കണിന്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അറിവിന്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയിൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിന്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശനം. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. ഇത് ആരുടെ വാക്കുകളാണ്? നമുക്കറിയാം, 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായിരുന്നു റോജർ ബേക്കൺ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണിവ. എന്താണ് ഈ ഒരു വാക്കുകളിലൂടെ പരാമർശിക്കുന്നത്? ഈ വാക്കുകളിലൂടെ അദ്ദേഹം യുക്തിചിന്തയെക്കുറിച്ചും അറിവിനെക്കുറിച്ചും സ്നേഹത്തിനെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് യൂറോപ്പിലുള്ള അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചവരായിരുന്നു. അതുപോലെ റോജർ ബേക്കണിനെ പോലെയുള്ള ചിന്തകർ അന്നകാലത്ത് നിലനിൽക്കുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിന്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തവരായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് തന്നെ അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥിതിഗതികളെല്ലാം മാറിമറിയാൻ തുടങ്ങി. അടുത്തതായിട്ട് ഈ പാഠഭാഗത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താണ് പറയുന്നത്? റോജർ ബേക്കണിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോജർ ബേക്കൺ വരച്ചിട്ടുള്ള ഡയഗ്രത്തിന്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി പറയുന്നത് 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തികമായ രാഷ്ട്രീയ രംഗങ്ങളിലും ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് പറയുന്നുണ്ട്. പ്രാചീന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തോടെയായിരുന്നു മധ്യകാലത്ത് നിലനിന്നിരുന്ന ഈ ഒരു ആശയങ്ങളിൽ നിന്നും വഴി തിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു ഈ ഒരു മാറ്റങ്ങളുടെ സവിശേഷതകളായിട്ട് പറയുന്നത്? ഇവിടെ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് നിലനിന്നിരുന്നു. മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ മാനവികത നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നഗര ജീവിതത്തിന്റെ വളർച്ചയുണ്ടായിരുന്നു. കച്ചവടത്തിന്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയുണ്ടായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യവും യുക്തിചിന്തയും ഉണ്ടായിരുന്നു. മതേതര മൂല്യങ്ങളുടെ വ്യാപനം ഉണ്ടായിരുന്നു. പണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ന് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം ലഭിച്ചിരുന്നു. കലാ ശാസ്ത്ര രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോളത്തിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഗ്രീക്കോ റോമൻ സംസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്താന്ന് നോക്കാം. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ. നമുക്കറിയാം അല്ലെ. ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. BC 12 മുതൽ BC 4ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഗ്രീക്ക് സംസ്കാരം നിലനിന്നിരുന്നതെങ്കിൽ റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം BC 7ാം നൂറ്റാണ്ട് മുതൽ CE 5ാം നൂറ്റാണ്ട് വരെയായിരുന്നു. അപ്പൊ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. ഗ്രീക്ക് സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം എപ്പോഴായിരുന്നു? BC 12ാം നൂറ്റാണ്ട് മുതൽ BC 4ാം നൂറ്റാണ്ട് വരെയും. അതുപോലെ തന്നെ റോമൻ സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം BC 7ാം നൂറ്റാണ്ട് മുതൽ CE 5ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം, പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത് എന്ന് പറയുന്നുണ്ട്. ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാർ റിനൈസൻസ് എന്ന പേരും നൽകിയിട്ടുണ്ടായിരുന്നു. മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റമായിട്ടാണ് ഒരു മാറ്റത്തിന്റെ കാലമായിട്ട് ഈ ഒരു നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടുകയും ഉണ്ടായി. എന്താണ് നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം.
റിനൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ നവോത്ഥാനം അഥവാ അതുപോലെ തന്നെ പുനർജനി എന്നൊക്കെയാണ് അർത്ഥമായിട്ട് വരുന്നത്. 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നവോത്ഥാനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഈ നവോത്ഥാനം എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ വന്നത്, എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ ആദ്യമായിട്ട് നവോത്ഥാനം വന്നത് എന്നുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെ കുറിച്ച് പറയുന്ന ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇറ്റലി എവിടെയാണുള്ളത്, ആ ഇറ്റലിയെ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് ആ ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നഗരങ്ങൾ നോക്കാം. മിലാൻ, പാർമ, വെനീസ്, ബൊളോണ, ജനോവ, പിസ, ഫ്ലോറൻസ്, റോം, നേപ്പിൾസ്. ഇത്രയും നഗരങ്ങളെ കുറിച്ച് ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യാസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു വ്യത്യാസത്തിനുള്ള കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇറ്റലിയിലെ നഗരങ്ങൾ എന്തായിരുന്നു? കൂടുതൽ സ്വതന്ത്രമായിരുന്നു, സമ്പന്നവും ഊർജ്ജസ്വലവും ആയിരുന്നു. അത് ഈ ഒരു യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും ഇറ്റലിയെ വ്യത്യസ്തമാക്കി തീർത്ത ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചുമുള്ള മേഖലകളിലെല്ലാം വളരെ കൂടുതൽ അറിവുള്ളവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും എന്തുണ്ടായിരുന്നു? അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇവരുടെ ഇടയിൽ തന്നെ നിരവധി പേർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞു ഇപ്പോ അവര് ഈ ഒരു ബുക്ക് കീപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി എന്താണ് ബുക്ക് കീപ്പിംഗ്? ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്? അക്കൗണ്ടിങ്ങിന്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ്. അപ്പൊ എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഉണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായിരുന്നു. ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. ഇവർ രാഷ്ട്രീയ അധികാരത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെടുകയും ഉണ്ടായി. ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ആണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പൊ ഇറ്റലിയിൽ സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട സമ്പന്ന കുടുംബങ്ങൾ എന്നും അവർ വളർന്നു വന്നിട്ടുള്ള നഗരങ്ങൾ ഏതെല്ലാമാണ് എന്നുമാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ മെഡിച്ചി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ കുടുംബം വളർന്നു വന്ന നഗരം ഫ്ലോറൻസ് ആണ്. സ്ഫോർസ സ്ഫോർസ പറയുന്നുണ്ട്. സ്ഫോർസ എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ കുടുംബം എവിടെയായിരുന്നു? മിലാൻ നഗരത്തിലായിരുന്നു വളർന്നത്. ഫെർസീനി എന്ന ഇറ്റാലിയൻ കുടുംബം പാർമ എന്ന ഒരു നഗരത്തിലായിരുന്നു. ഓർസീനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ കുടുംബം ഉണ്ടായിരുന്നു. അത് നേപ്പിൾസ് എന്ന നഗരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തതാണ് വിസ്കോന്തി എന്ന ഒരു ഇറ്റാലിയൻ കുടുംബം. അത് എവിടെയായിരുന്നു? മിലാൻ എന്ന ഒരു നഗരത്തിലായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ മാപ്പിൽ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? ഇറ്റലിയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്ന നഗരങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഇറ്റലിയുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് നഗരങ്ങൾ എന്നെല്ലാം. അപ്പോ ആ ഒരു നഗരങ്ങളിലെ അന്ന് കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തികമായിട്ട് ഒരു സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അവര് ഏതൊക്കെ കുടുംബങ്ങളാണെന്നും അവർ വളർന്നു വന്നിട്ടുള്ള നഗരങ്ങളെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് കുരിശുയുദ്ധങ്ങൾ? നമുക്ക് നോക്കാം. വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് കുരിശുയുദ്ധം? നമുക്കറിയാം ജെറുസലേം എന്ന് പറയുന്ന ഒരു വിശുദ്ധ നാടായി കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു. അവിടെ ഇസ്ലാം മതവിശ്വാസികളും ജെറുസലേമിനായിട്ട് ആരെല്ലാം? ഇസ്ലാം മതവിശ്വാസികളും അതുപോലെ തന്നെ ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ. ജെറുസലേമിന് വേണ്ടിയിട്ടായിരുന്നു ഈ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തുകയുണ്ടായി. CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഈ ഒരു കുരിശുയുദ്ധങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടം. അപ്പൊ എന്താണ് ഇത്? ഏഷ്യയിലൊക്കെ വളരെയധികം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിലനിന്ന കാലഘട്ടം ഏതായിരുന്നു? കുരിശുയുദ്ധങ്ങൾ നടന്ന കാലഘട്ടം CE 11-ാം നൂറ്റാണ്ട് മുതൽ
13-ാം നൂറ്റാണ്ട് വരെയായിരുന്നു കുരിശ് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കുരിശ് യുദ്ധങ്ങൾ എന്താണെന്ന് കണ്ടു. ഇത് മധ്യകാലത്ത് നടന്നതാണ്. അപ്പൊ ഈ മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ എന്തിന് വഴിതെളിച്ചു? കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിക്കുകയുണ്ടായി. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടുകയും ചെയ്തു. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസന്റൈൻ അഥവാ കിഴക്കൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ എന്തുണ്ടായി? വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? നമുക്കറിയാം, ഇതൊരു ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടിയത് എന്തായിരുന്നു? ഇസ്ലാമിക സാമ്രാജ്യം, ബൈസന്റൈൻ അഥവാ കിഴക്കൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധങ്ങൾ എന്തുണ്ടാക്കി? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വൻതോതിൽ സമ്പത്ത് ഒഴുകാൻ കാരണമായി. ഇത് പിന്നീട് മെഡിറ്ററേനിയൻ പ്രദേശം വികസിക്കാനും ഈ ഒരു മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ആർക്ക് ലഭിച്ചു? ഇറ്റാലിയൻ നഗരത്തിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇനി അടുത്തതായിട്ട് 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന ഒരു മഹാമാരി ഉണ്ടായിരുന്നു. ഇത് ഇറ്റാലിയൻ നഗരങ്ങളെ ഇറ്റാലിയൻ നഗരങ്ങൾ എന്താണ് വളരെ സാമ്പത്തികപരമായിട്ടും എല്ലാ തരത്തിലും ഒരു മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വെച്ച് എന്തുണ്ടായി? ബ്യൂബോണിക് പ്ലേഗ് ഒരു മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുകയും ഇത് ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്നും അറിയപ്പെട്ടിരുന്നു. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ ഇറ്റലിയിലെ ഈ ഒരു ദുരന്തത്തിൽ എന്തുണ്ടായി? വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടു. ഇത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കുകയും ചെയ്തു. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും അതുപോലെ തന്നെ വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി. അപ്പൊ എന്താണ് ഉണ്ടായത്? ഈ ഒരു ബ്ലാക്ക് ഡെത്ത് വന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ബ്യൂബോണിക് പ്ലേഗ് വന്നതോട് കൂടിയിട്ട് ഒരുപാട് ജനങ്ങൾ മരിച്ചു. അപ്പൊ ഇത് എന്തുണ്ടായി? തൊഴിലാളികളുടെ ലഭ്യതയിൽ സ്വാഭാവികമായിട്ടും കുറവുണ്ടാക്കും അല്ലെ? അപ്പൊ ഇത് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന ഒരു മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയെ തകർച്ച നേരിട്ടു. അതുകൊണ്ട് തന്നെ ഒരു വാണിജ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും ഇത് വഴിയൊരുക്കി. നിലവിലുണ്ടായ മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഇതാണ് പിന്നീട് മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിസത്തിലേക്ക് വഴി തുറന്നത്. ഓക്കെ, എന്താ എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോ ഈ ഒരു പ്ലേഗ് വന്നതോട് കൂടിയിട്ട് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന മരുന്നുകളെല്ലാം ഈ ഒരു പ്ലേഗിനെ ചെറുക്കാൻ പരാജയപ്പെട്ടു. അപ്പൊ എന്താണ് ചെയ്തത്? അപ്പൊ അവർക്ക് കൂടുതൽ കൂടി ഈ ഒരു ചികിത്സാ രംഗത്തും വൈദ്യശാസ്ത്ര രംഗത്ത് കുറച്ച് കൂടുതൽ പഠിക്കണം എന്ന് തോന്നി. അപ്പൊ ഗ്രീസിലെയും റോമിലെയും ജനങ്ങൾ എന്ത് ചെയ്തു? വൈദ്യശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു പ്ലേഗ് എന്ന് പറയുന്നത് അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. അപ്പോൾ എല്ലാ മനുഷ്യർക്കായാലും അവരവരെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ജീവിതത്തിന്റെ നൈമിഷികത എന്ന് വെച്ചാല് ഇത്രയേ ഉള്ളൂ ജീവിതം, വളരെ ഒരു കുറച്ചു കാലേ ഉള്ളൂ ജീവിതം എന്നൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ ജീവിതം എന്താണ്? അനിശ്ചിതത്വത്തിൽ ആണ് എന്നെല്ലാം. അപ്പൊ എന്താണ്? ഇപ്പൊ സുഖത്തോടു കൂടി ജീവിച്ചാലാണ് നല്ലത് വരൂ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാനും എല്ലാം ഒരു ഇടവരുത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു ബ്യൂബോണിക് പ്ലേഗ് വ്യാപിച്ചതും പടർന്നതും. അപ്പൊ ഇനി ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് നമുക്ക് അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താന്ന് നോക്കാം. 1347-നും 1351-നും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്നറിയപ്പെട്ടത്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലേഗിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഡെത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പോ യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൽ കാഴ്ചപ്പാട് എന്നൊരു ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിന് എതിരായി ഇന്ന് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് യൂറോപ്പിനെ കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം വന്നത് എന്നല്ലേ. അപ്പൊ ഇങ്ങനെയല്ല, യൂറോപ്പിനെ കേന്ദ്രീകരിച്ച് ആണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്നൊരു ആശയത്തിന് എതിരായിട്ടും നിരവധി അഭിപ്രായം വന്നിട്ടുണ്ട്. ജോർജ് ജെയിംസിന്റെ സ്റ്റോളൻ ലെഗസി, മാർട്ടിൻ ബെർണലിന്റെ ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ രണ്ട് ഗ്രന്ഥങ്ങൾ ഈ ഒരു അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ഗ്രന്ഥങ്ങളാണ്. യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ്, അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൽ ചരിത്രകാരൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഒരു ബുക്കിലൂടെ ഇവരെല്ലാം വാദിക്കുന്നത്. അപ്പോ ഏതാണ് ബുക്സ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. ജോർജ് ജെയിംസ് എഴുതിയിട്ടുള്ള സ്റ്റോളൻ ലെഗസിയും അതുപോലെ തന്നെ മാർട്ടിൻ ബെർണൽ എഴുതിയിട്ടുള്ള ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ, ഈ രണ്ട് പുസ്തകങ്ങളും ഓർത്ത് വെക്കുക. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? യൂറോപ്പിൽ അല്ല എന്താണ് നവോത്ഥാനം ഉടലെടുത്തത് എന്നാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ഇവർ പങ്കുവെക്കുന്ന ആശയം. അപ്പൊ ഇനി നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽഫലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവയിൽ ഇവർക്ക് താല്പര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. സമ്പന്നരായ ആളുകൾ എന്ത് ചെയ്തു? തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ അഥവാ പാരിഷ് മോടി പിടിപ്പിക്കുകയും സന്യാസി മഠങ്ങൾ അതുപോലെ തന്നെ സന്യാസിനി മഠങ്ങൾ, കത്തീഡ്രലുകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സമ്പന്ന ആളുകൾ എന്ത് ചെയ്തു? അവരുടെ ഇടവക ദേവാലയങ്ങൾ അല്ലെങ്കിൽ പാരിഷ് മോടി പിടിപ്പിക്കുകയും സന്യാസി മഠങ്ങളും സന്യാസിനി മഠങ്ങളും കത്തീഡ്രലുകളും എല്ലാം അവരുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായി തന്നെ കണക്കാക്കപ്പെട്ടു. അപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഒരു കലയുടെ എല്ലാം ഒരു പ്രോത്സാഹനത്തെയും ആ ഒരു കലയുടെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് അല്ലെ ഇവിടെ പറഞ്ഞു വരുന്നത്. 1453 തുർക്കികൾ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പൊ നമ്മൾ വർഷം ഓർത്ത് വെക്കുക. എന്നാണ് തുർക്കികൾ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്? 1453 അല്ലേ. അപ്പൊ നമ്മൾ ആ വർഷം അവിടെ നോട്ട് ചെയ്യുക. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്ത് പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാനും തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. അപ്പൊ നമ്മളിപ്പോ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് ഉണ്ടായത്? കലയ്ക്കും കലാപരമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ പുരോഗതിയുമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഗ്രീക്കിലെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് കേട്ടോ. പ്രതിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഒരു മാപ്പ് കാണാം. അതില് കോൺസ്റ്റാന്റിനോപ്പിൾ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതൻസ്, റോം, ഇറ്റലി, മെഡിറ്ററേനിയൻ കടല്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മനുഷ്യർ കേന്ദ്രമാകുന്നു. ആ ഒരു ഭാഗം എന്താണ് പറയുന്നതെന്ന് നോക്കാം. മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കൊളാസ്റ്റിസിസം എന്നറിയപ്പെട്ട തത്വശാസ്ത്രമായിരുന്നു. എന്താണ് സ്കൊളാസ്റ്റിസിസം നോക്കാം. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും
ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയിരുന്നത്. അപ്പൊ എന്തായിരുന്നു ഈ ഒരു ആശയം? ഈ ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വിജ്ഞാനത്തെയും അന്വേഷണത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു എങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഈ ഒരു ആശയം കൂടുതലായിട്ടും ഊന്നൽ നൽകിയിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മാനവികത എന്ന ആശയം രൂപപ്പെട്ടു. അപ്പോ ഈ ഒരു എന്താ പറയാ ഒരു മതചിന്തയെയും ഒരു ഒക്കെ ഇതിന്ന് മാറിയിട്ട് മനുഷ്യന്മാർ എന്ത് ചെയ്യാണ്? മനുഷ്യർ ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മാനവികത എന്ന ഒരു ആശയം രൂപപ്പെടുത്തി വരുവാണ്. മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി. ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ് മാനവികത? മാനവികത എങ്ങനെ വന്നു? ദൈവ കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട്. വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു. അവർ മതത്തിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയും ഉണ്ടായി. ഇനി ഈ ഒരു ബോക്സിൽ അരിസ്റ്റോട്ടലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. അരിസ്റ്റോട്ടിൽ പ്രാചീന ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി. 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടലിന്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിക്കപ്പെട്ടു. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് കാരണമായത്. അപ്പൊ നമ്മൾ അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹം ആരാണ്? പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു ചിന്തകനായിരുന്നു അല്ലെ? ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇക്കാലത്ത് പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അവർക്ക് പ്രധാന പ്രചോദനം എന്തായിരുന്നു? പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നതെങ്കിൽ രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ നവോത്ഥാന കാല മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. നവോത്ഥാന കാലത്തെ സാഹിത്യ സൃഷ്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മാനവികത പിൽക്കാലത്ത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങി വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി. ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു മാറ്റമാണ് അല്ലെ? അപ്പൊ ഈ നവോത്ഥാനം ഏതെല്ലാം മേഖലകളിൽ മാറ്റം കൊണ്ടുവന്നു? ചിത്രകലയിലും ശില്പകലയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും ചരിത്രത്തിലും ശാസ്ത്രത്തിലും മതത്തിലും തുടങ്ങി വിവിധ മാറ്റങ്ങളിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഈ നവോത്ഥാനം കാരണം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നവോത്ഥാന കലയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ മാറ്റങ്ങൾ വന്നിട്ടുള്ള മേഖലകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അതിലെ ഓരോന്നായിട്ടുള്ള നവോത്ഥാന കലയെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു മധ്യകാലത്തെ ചിത്രവും നവോത്ഥാന കാലത്തെ ചിത്രവും കണ്ടില്ലേ? അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെയാണ് നമുക്കിനി നോക്കാനുള്ളത്. മധ്യകാലത്തെയും നവോത്ഥാന കാലത്തെയും ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മധ്യകാലത്തെ ചിത്രം മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയിട്ടുള്ള ആത്മീയ ഘടകങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നവോത്ഥാന കാലത്തെ ചിത്രങ്ങളോ? നവോത്ഥാന കാലത്തെ ചിത്രങ്ങൾ ശരീരത്തിന്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകി. നവോത്ഥാന കാലത്തെ ചിത്രങ്ങൾ എന്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്? ശരീരത്തിന്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയിട്ടുള്ള ഭൗതിക ഘടകങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ മധ്യകാലത്തെ ചിത്രങ്ങളോ? മാലാഖമാരെ കുറിച്ചും സ്വർഗീയതയെ കുറിച്ചും ഒക്കെ തുടങ്ങിയിട്ടുള്ള ആത്മീയ ഘടകങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഈ രീതിയിൽ നവോത്ഥാന കാലത്ത് ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ സവിശേഷമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഏതെല്ലാം മേഖലകളിൽ?
ചിത്രകലയിലും ശില്പകലയിലും വാസ്തുവിദ്യയിലും തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും മാറ്റങ്ങളും ഉണ്ടായിരുന്നു. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം. അപ്പൊ ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? നമ്മൾ ഇറ്റലിയിലെ കുറെ നഗരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഫ്ലോറൻസ് ആയിരുന്നു നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രമായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ചിത്രകല. എന്താണ്? നമുക്ക് ചിത്രകലയെ കുറിച്ച് നോക്കാം. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല. ചിത്രകാരർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെയും അവതരിപ്പിച്ചു. ശരീരശാസ്ത്രം എന്ന് പറഞ്ഞാൽ അനാട്ടമി, അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായി. യുക്തിചിന്തയ്ക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചിത്രകാരർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി എന്ന് പറയുന്നുണ്ട്. ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളതും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നവയുമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ നവോത്ഥാന കാലത്തെ ചിത്രകലയെ കുറിച്ചാണ് അല്ലെ നോക്കുന്നത്. ദൈവ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരർ പൊതുവെ തിരഞ്ഞെടുത്തിരുന്നത്. ആദ്യ മതകാലത്ത് എങ്ങനെയായിരുന്നു? ദൈവ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ചിത്രങ്ങളിൽ ചുവടെ പറയുന്ന സവിശേഷതകൾ കാണാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഭൂദൃശ്യങ്ങൾ അഥവാ ലാൻഡ്സ്കേപ്സ്, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിന്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ അഥവാ പോർട്രേറ്റ്സ്, ആദർശവൽക്കരിക്കപ്പെട്ട അഥവാ ഐഡിയലൈസ്ഡ് മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം, ആദർശവൽക്കരിക്കപ്പെട്ട അഥവാ ഐഡിയലൈസ്ഡ് മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം തുടങ്ങിയവയെല്ലാം എന്തുണ്ടായിരുന്നു? ഈ ഒരു നവോത്ഥാന കാലത്തെ ചിത്രകലയുടെ സവിശേഷതകളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ആദ്യത്തെ ചിത്രം കണ്ടില്ലേ? അതെന്താണ്? ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായിട്ടുള്ള ജിയോവന്നി ബെല്ലിനി വരച്ച എഗണി ഇൻ ദി ഗാർഡൻ അഥവാ പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രമാണിത്. ഒലിവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിന്റെ സമീപത്ത് ഉറങ്ങുന്നുണ്ട്. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം. അപ്പൊ ഈ ഒരു അഗണി ഇൻ ദി ഗാർഡൻ വരച്ചത് ആരാണ്? ജിയോവന്നി ബെല്ലിനിയാണ്. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രം കണ്ടല്ലോ. ചിത്രം കണ്ട് എന്താണ് ചിത്രത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തൊരു ചിത്രം ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരൻ തന്നെയായിരുന്നു പിയറോ ഡെല്ല ഫ്രാൻസിസ്ക ഇദ്ദേഹം വരച്ചൊരു പ്രശസ്തമായ ഒരു ഇരട്ട എണ്ണച്ചായ ചിത്രമാണ് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ സെൽഫോയും ബാറ്റിസ്റ്റ ഫോർസയും. ഈ ഒരു ചിത്രം കണ്ടില്ലേ? ഈ ഒരു എന്താണെന്ന് പറയുന്നത് ഒരു ഇരട്ട എണ്ണച്ചായ ചിത്രമാണ് അല്ലെ. ഇത് വരച്ചത് ആരാണ്? പിയറോ ഡെല്ല ഫ്രാൻസിസ്ക. ഈ ഒരു ചിത്രത്തിന്റെ പേരെന്താണ്? ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ സെൽഫോയും ബാറ്റിസ്റ്റ ഫോർസയും. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ പേരാണിത്. ഇത് വരച്ചത് പിയറോ ഡെല്ല ഫ്രാൻസിസ്ക. ഇദ്ദേഹം ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനാണ്. ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രേക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത്. പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ മെസാച്ചോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയും പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു. അപ്പൊ നമ്മൾ മെസാച്ചോന്റെ ഒരു ചിത്രത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എന്തായിരുന്നു? ചുമർ ചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അഥവാ നമ്മൾ പറയുകയാണെങ്കിൽ 3D രൂപത്തിലുള്ളത് പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി നമുക്ക് തോന്നുകയാണ്. ആ തോന്നുന്നവയുമായിരുന്നു ആരുടെ ചിത്രങ്ങൾ? മെസാച്ചോ എന്ന് പറയുന്ന ഒരു സ്വാധീനിച്ച ഒരു ചിത്രകാരന്റെ ചിത്രങ്ങൾ. ദൈനംദിന ജീവിത അനുഭവങ്ങൾ പേരുന്ന മനുഷ്യരൂപങ്ങളെയാണ് ആര് വരച്ചിരുന്നത്? മെസാച്ചോ കൂടുതലായിട്ടും വരച്ചിരുന്നത്. ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേരുന്ന മനുഷ്യരൂപങ്ങളെയാണ് ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം, മൊണാലിസ തുടങ്ങിയിട്ടുള്ളത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത്രയും ഫേമസ് ആയിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് അന്ത്യ അത്താഴവും മൊണാലിസയും. വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ
ഡാവിഞ്ചി അതുല്യനായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡാവിഞ്ചി എന്തൊക്കെ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ കൊണ്ടുവന്നിരുന്നു? വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവയെല്ലാം സംയോജിപ്പിക്കുന്ന ഒരു ശാസ്ത്രം. ഇതിൽ ഈ ഒരു ഡാവിഞ്ചി ഇതിൽ കൂടുതലായിട്ട് പഠിച്ച് വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു ക്രിസ്തു തന്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യ അത്താഴം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ അദ്ദേഹം തുറന്നു കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ പ്രതിഫലിക്കുന്ന കാര്യം. മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ വേറൊരു ചിത്രമാണ് മൊണാലിസ. അതിന്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ 2 ചിത്രങ്ങളാണ് അന്ത്യ അത്താഴവും മൊണാലിസയും. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും, ഈ ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ നമുക്ക് പറയാം, വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകൾ തട്ടിൽ അഥവാ സീലിംഗിൽ വരച്ച ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും മൈക്കൽ ആഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരനാക്കുന്നു. അപ്പോ എവിടെയാണ്? വത്തിക്കാനിലുള്ള സിസ്റ്റൈൻ ചാപ്പൽ ഉണ്ട്, അതിന്റെ മുകൾ തട്ടിൽ ആര് വരച്ചു? അന്ത്യവിധി എന്ന് പറയുന്ന ഒരു ചിത്രം മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന മറ്റൊരു ചിത്രകാരൻ വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്നും പറയുന്നുണ്ട്. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രം അന്ത്യവിധി അതെവിടെയാണ്? വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകൾ തട്ടിലാണ്. ഇത് വരച്ചിട്ടുള്ളത് മൈക്കൽ ആഞ്ചലോ ആണ്. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹം ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റ് 2 ചിത്രകാരായിരുന്നു ടിഷ്യനും റാഫേലും. ആരായിരുന്നു? ടിഷ്യനും റാഫേലും. മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചിരുന്നു. ഇവരുടെ ചിത്രങ്ങളിൽ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. നവോത്ഥാന കാലത്തെ മറ്റു 2 ചിത്രകാരർ ആരൊക്കെയായിരുന്നു? ടിഷ്യനും റാഫേലും. ഇദ്ദേഹം മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സും ഉള്ളവരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ആശയം മാത്രമല്ല, ഇദ്ദേഹം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി. അപ്പൊ നമുക്കിവിടെ 3 ചിത്രകാരുടെ ഫോട്ടോ കാണാം. ഒന്ന് മൈക്കൽ ആഞ്ചലോ ആണ്, രണ്ടാമത്തെ ടിഷ്യൻ, മൂന്നാമത്തെ റാഫേൽ. ഇപ്പൊ നമ്മൾ ചിത്രകലയെ കുറിച്ചാണ് ഇപ്പോൾ ഇത്ര നേരം നോക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ശില്പകലയെ കുറിച്ച് അറിയാം. ശില്പകലയെ കുറിച്ച് നമുക്ക് നോക്കാം. ചിത്രകല പോലെ ശ്രദ്ധേയമായ മറ്റൊരു രംഗമായിരുന്നു ശില്പകല. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയരായ ശില്പികളിൽ ഒരാളായിരുന്നു ഡൊണാറ്റെല്ലോ. മധ്യകാല ഗോതിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നിരുന്നു. ഒരു കാലിൽ തന്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഗതാമലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിന്റെ ശില്പം പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്നു. മതേതരനായ ഒരു വീരനെ അനശ്വരനാക്കുക എന്ന ദൗത്യമാണ് ഡൊണാറ്റെല്ലോ ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സ് ഇത് കാണാൻ കഴിയും, ഒരു ചിത്രം കാണാൻ കഴിയും. ഇതാണ് ഡൊണാറ്റെല്ലോയുടെ ദാവീദ് എന്ന ശില്പം. ഇതൊരു ഒരു കാലിൽ ശരീരഭാഗം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരന്റെ ചിത്രമാണ്. ഇതൊരു വെങ്കല ശില്പമാണ്. അതുപോലെ തന്നെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു യോദ്ധാവിന്റെ ശില്പവും ആര് വരച്ചിട്ടുണ്ട്? ഡൊണാറ്റെല്ലോ. ഈ ഒരു ചിത്രം ഗതാമെലാത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 2 ശില്പത്തെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഗതാമെലാത്ത, ദാവീദ് വരച്ചത്. ഈ ശില്പി ആരാണ്? ഈ ശില്പങ്ങളുടെ ഡൊണാറ്റെല്ലോ. ഓക്കെ, ഇനി മനുഷ്യ രൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു. ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ സിയത്തെയും വീരനായ ദാവീദിന്റെ ശില്പവും അദ്ദേഹത്തെ അനശ്വരനാക്കി. അപ്പൊ മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിലെന്താണ്? മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളാണ്. ഏതെല്ലാം? ഇതെന്താണ്? നിലവിൽ നിന്ന ഈ ഒരു ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിലനിന്നിരുന്ന
ആ ഒരു ശൈലിയിൽ നിന്നും വഴി മാറി സഞ്ചരിച്ച ഒരു ശില്പിയായിരുന്നു മൈക്കലാഞ്ചലോ. ഇദ്ദേഹം വരച്ച ഇദ്ദേഹം നിർമ്മിച്ച ശില്പങ്ങളാണ് പിയത്തയും അതുപോലെ തന്നെ ധീരനായ ദാവീദിന്റെ ശില്പവും ഇദ്ദേഹം നിർമ്മിച്ചതാണ്. പിയത്ത എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമാണ്. അതുപോലെ തന്നെ ദാവീദ് എന്താണ്? ധീരനായ ദാവീദിന്റെ ശില്പവും ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ നമുക്കിവിടെ ഗത്താമലാത്ത നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു ചിത്രം കാണാം. പിയത്ത കാണാം. അതുപോലെ തന്നെ മൈക്കൽ ആഞ്ചലോയുടെ ദാവീദിന്റെ ശില്പവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് നമ്മള് ശില്പകലയെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വാസ്തുവിദ്യയെ കുറിച്ച് നോക്കാം. വാസ്തുവിദ്യയെ കുറിച്ച് നോക്കുമ്പോൾ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല വാസ്തുവിദ്യാ രംഗമായിരുന്നു. ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യാ രംഗത്തേക്ക് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രീക്കോ റോമൻ അഥവാ ക്ലാസിക്കൽ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ വാസ്തുവിദ്യാ രംഗത്തും ഈ ഒരു നവോത്ഥാന കാലത്ത് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായി. ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യാ രംഗത്ത് പുതിയൊരു ശൈലിക്ക് തുടക്കം കുറിച്ചതായിട്ട് പറയുന്നുണ്ട്. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് വാസ്തുവിദ്യാ ശൈലിയായിരുന്നു. ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പ്രാചീന ഗ്രീക്കോ റോമൻ അഥവാ ക്ലാസിക്കൽ ശൈലിയുടെ ഈ ഒരു സ്വാധീനം എന്തിനുണ്ടായിരുന്നു? ബ്രൂണലസ്കിയുടെ വാസ്തുവിദ്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഫ്ലോറൻസിൽ നിർമ്മിച്ച ഒരു കത്തീഡ്രൽ ആണ്. ഈ ഒരു കത്തീഡ്രലിൽ ഗോതിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു, അഥവാ താഴികക്കുടങ്ങൾ ഒക്കെ പറയുന്നത് ഡ്യൂമോ ഇവയ്ക്കുണ്ടായിരുന്നത്. മൈക്കലാഞ്ചലോ, ബ്രമാന്റെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമൻ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ഒരു ശൈലി കൂടുതൽ പ്രകടമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ബ്രൂണലസ്കി രൂപകൽപ്പന ചെയ്ത താഴികക്കുടത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെല്ലാം ഈ ഒരു സ്വാധീനം, ഈ ഒരു വാസ്തുവിദ്യയുടെ പുതിയ രീതിയിലുള്ള വാസ്തുവിദ്യയുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് ഗോതിക് ശൈലി എന്ന് നോക്കാം. മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഗോതിക് ശൈലി. ഫ്രാൻസിലാണ് ഇത് ഉദയം ചെയ്തത്. മുനയുള്ള കമാനങ്ങൾ ഇതിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ ഒരു മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. അപ്പൊ എന്താണ് ഗോതിക് ശൈലി എന്ന് മനസ്സിലായല്ലോ. മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിലാണ് യൂറോപ്പിൽ ഈ ഒരു വാസ്തുവിദ്യാ ശൈലി വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിലായിരുന്നു ഇത് ആദ്യമായിട്ട് ഉദയം ചെയ്തത്. ഇത് മുനയുള്ള കമാനങ്ങളാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. നിരവധി ദേവാലയങ്ങളും അതുപോലെ തന്നെ സർവകലാശാലകളും എല്ലാം ഈ ഒരു ഗോതിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. നമുക്കിനി പറയാനുള്ളത് നവോത്ഥാന സാഹിത്യത്തെ കുറിച്ചാണ്. നവോത്ഥാന സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു വരികൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഈ വരികൾ ആരുടേതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, വില്യം ഷേക്സ്പിയറെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടില്ലേ? ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ നാടകമാണ് ജൂലിയസ് സീസർ. ഈ നാടകത്തിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിത്. ഓക്കെ, അപ്പൊ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ നാടകമാണ് ജൂലിയസ് സീസർ. ഈ ഒരു നാടകത്തിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിത്. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു വരികളിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മാനവികതയുടെ കുറിച്ചുള്ള പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. നവോത്ഥാന സാഹിത്യകാരർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരായിരുന്നു. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുമുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിന്റെ അടിസ്ഥാന സവിശേഷത. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, എന്താണ് സ്കോളാസ്റ്റിസിസം എന്ന് നമ്മൾ അറിയാം. അപ്പൊ ഈ ഒരു സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുമുള്ള ഒരു മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യം എന്ന് പറയുന്നുണ്ട്. പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരരും രചനകൾ നടത്തിയിരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഗദ്യ സാഹിത്യത്തിനും കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രാദേശിക ഭാഷയിലും ഗദ്യരൂപത്തിലും ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ രചനകൾ കൂടുതലായിട്ടും നടന്നിട്ടുണ്ടായിരുന്നത്. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ദാന്തെ. ഇദ്ദേഹത്തിന്റെ രചനയാണ്
ഡിവൈൻ കോമഡി. ഡിവൈൻ കോമഡി എഴുതിയതാരാണ്? ദാന്തെ. ദാന്തെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡിവൈൻ കോമഡിയുടെ രചയിതാവ്. നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ ഒരു കവിതയുടെ പ്രമേയം. അപ്പൊ ഡിവൈൻ കോമഡി എന്താണ്? ഒരു കവിതയാണ് അല്ലെ. ഈ കവിതയിലെ പ്രമേയം എന്താണ്? നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയെല്ലാമുള്ള ഒരു സാങ്കല്പിക തീർത്ഥാടനമായിട്ടാണ് ദാന്തെ ഡിവൈൻ കോമഡിയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ശക്തമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലായിരുന്നു ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചിട്ടുള്ളത്. അപ്പൊ ദാന്തെയുടെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. പെട്രാർക്കിന്റെ ചിത്രം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആരായിരുന്നു? മറ്റൊരു വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. ഇദ്ദേഹവും മാനവികതയുടെ പ്രധാന പ്രചാരകരിൽ ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള ലോറക്കെഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ടൊരു ശൈലിയിലുള്ളവയുമായിരുന്നു. എന്തായിരുന്നു ലോറക്കെഴുതിയ പ്രണയഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതി? എന്തായിരുന്നു? ധീരവും അതുപോലെ തന്നെ വേറിട്ട ഒരു ശൈലിയിലുള്ളതും ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഡെക്കാമറൻ എന്ന കൃതിയുടെ രചയിതാവായ ബൊക്കാച്ചിയോ മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനാണ്. ബൊക്കാച്ചിയോ എഴുതിയ കൃതി ഏതാണ്? ഡെക്കാമറൻ. അപ്പൊ ഈ ഒരു ഡെക്കാമറൻ എന്ന കൃതിയുടെ രചയിതാവാണ് ബൊക്കാച്ചിയോ. ഇദ്ദേഹവും ഒരു പ്രശസ്തനായ നവോത്ഥാന സാഹിത്യകാരൻ തന്നെയാണ്. ദ പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്കിവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. പ്രിൻസ് എന്ന കൃതിയുടെ കർത്താവ് നിക്കോളോ മാക്കിവെല്ലിയാണ്. ഇദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? രാഷ്ട്രീയ ചിന്തകളെയാണ് തന്റെ ഈ ഒരു കൃതിയിലൂടെ പങ്കുവച്ചിരുന്നത്. താൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയായി അദ്ദേഹം കരുതിയിരുന്നു. ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോടും ഭൗതിക അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരുമായിരുന്നു. അതിനാൽ രാജ്യത്തിന്റെ തലവൻ ഒരിക്കലും തന്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയെയാണ് മാക്കിവെല്ലി തന്റെ ദ പ്രിൻസിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ രാജാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാർദ്രൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കണം. അതിനാൽ തന്റെ ജനങ്ങൾക്കിടയിൽ ഐക്യവും വിശ്വസ്തതയും നിലനിർത്തുന്നതിനു വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാലും അത് ഒരു രാജാവ് വകവെക്കേണ്ടതില്ല. അപ്പോ ഒരു രാജാവിനെ കുറിച്ചുള്ള മാക്കിവെല്ലിയുടെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചിരുന്നത്. ഇനി മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നതായി പറയുന്നുണ്ട്. അവരിൽ പ്രധാനിയായിരുന്നു മാനവികതാവാദിയും എഴുത്തുകാരിയുമായിരുന്ന കസാൻഡ്ര ഫെഡലെ. കസാൻഡ്ര ഫെഡലെ ആരായിരുന്നു? നവോത്ഥാന കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു വനിതാ എഴുത്തുകാരിയായിരുന്നു. തന്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തയായ കസാൻഡ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചിരുന്നു. അപ്പൊ കസാൻഡ്ര ഫെഡലെയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിൽക്കാലത്ത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലെ സാഹിത്യത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അപ്പൊ എന്ത് പറയുന്നുണ്ട്? നവോത്ഥാനം ആദ്യം ഇറ്റലിയിലായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനം വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ കൃതികൾ? അവരുടെ അത് ആരെഴുതിയതാണ്? ആ നിലവിൽ വന്നിട്ടുള്ള രാജ്യം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോ സാഹിത്യകാരൻ ഇറാസ്മസിന്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഹോളി. ഇത് എവിടെയായിരുന്നു? ഈ ഒരു കൃതി എവിടെയാണ് രചിക്കപ്പെട്ടത്? നെതർലൻഡ്സിലാണ് അല്ലെ. ഓക്കെ. ജെഫ്രി ചോസറുടെ കൃതിയാണ് കാൻഡർബറി കഥകൾ. ഇത് ഇംഗ്ലണ്ടിലാണ് രചിക്കപ്പെട്ടത്. തോമസ് മൂർ എന്ന സാഹിത്യകാരൻ ഉട്ടോപ്പിയ എന്ന കൃതി എഴുതിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലാണ് ഇതുണ്ടായത്. മിഗ്വൽ ഡെ സെർവാന്റെ ഡോൺ കിഹോട്ട് എന്നൊരു കൃതി
സ്പെയിനിൽ രചിക്കപ്പെട്ടതാണ് മിഗ്വൽ ഡെ സെർവാന്തയുടെ ഡോൺ കിഖോട്ട്. സ്പെയിനിലായിരുന്നു ഇത്. പിന്നെ ഫ്രാൻസ്വാ റാബലെ, ഗാർഗൻഡുവയും സാന്റഗ്രൂലും, ഇതെവിടെയായിരുന്നു? ഫ്രാൻസിലായിരുന്നു അല്ലെ. ഫ്രാൻസ്വാ റാബലെയുടെ ഗാർഗൻഡുവയും സാന്റഗ്രൂലും എവിടെയാണ് രചിക്കപ്പെട്ടത്? ഫ്രാൻസിലാണ്. ഓക്കെ. ഇനി നവോത്ഥാന കാലത്തെ സാഹിത്യ രചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? ജർമ്മൻകാരനായ ജൊഹാനാസ് ഗുട്ടൻബർഗ് ആയിരുന്നു. അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? ജർമ്മൻകാരനായ ജൊഹാനാസ് ഗുട്ടൻബർഗ് ആയിരുന്നു. 15ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ ഒരു അച്ചടിശാലയിലെ അച്ചടി യന്ത്രം ലോഹനിർമ്മിതവും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും നമുക്കറിയാം ഈ ഒരു നവോത്ഥാന കാല സമൂഹത്തെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ എവിടെയാണ് യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്? ജർമ്മൻകാരനായ ജൊഹാനാസ് ഗുട്ടൻബർഗ് ആണ്. 15ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു അച്ചടിശാല നിർമ്മിച്ചത്. ഇതെന്താണ്? ഈ ഒരു അച്ചടി യന്ത്രം ലോഹനിർമ്മിതമായിരുന്നു. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും കഴിയുമായിരുന്നു. അപ്പോ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതിലൂടെ അറിവിന്റെ വ്യാപനവും സാക്ഷരതയിലുണ്ടായ പുരോഗതിയും ആ ഒരു രീതിയിൽ നമ്മൾ സമൂഹത്തിനെ സ്വാധീനിച്ചുള്ളതായി നമുക്ക് പറയാൻ സാധിക്കും. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ സാഹിത്യകൃതികളും മറ്റ് ഗ്രന്ഥങ്ങളും ജനങ്ങൾ വ്യാപകമായി വായിക്കാൻ തുടങ്ങി. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടെ എന്താണ് ഉണ്ടായത്? സാഹിത്യകൃതികളും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം ജനങ്ങളിലേക്ക് കൂടുതൽ വ്യാപിക്കാനും ഇത് കൂടുതലായിട്ട് ജനങ്ങൾ വായിക്കാനും എല്ലാം തുടങ്ങി. അപ്പൊ അച്ചടിയന്ത്രത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നവോത്ഥാനവും ചരിത്ര രചനയും പറയുന്നുണ്ട്. ലോക ചരിത്രത്തെ പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം എന്ന് പറയുന്നുണ്ട്. അപ്പൊ മധ്യകാലം എന്നാണ്? CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെയാണ് മധ്യകാലമായിട്ട് പറയാൻ സാധിക്കുക. അതിന് മുൻപ് പ്രാചീന കാലവും CE 15ാം നൂറ്റാണ്ടിന് ശേഷം ആധുനിക കാലവുമായിട്ടാണ് ഇവിടെ പറയുന്നത്. മധ്യകാലം ഏതാണ് ഓർത്തു വെക്കുക? ഈ ഒരു കാലഘട്ടം CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെയാണ്. ഇനി പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇത് പ്രകാരം CE 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം പ്രാചീന കാലം എന്നും തുടർന്ന് 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം മധ്യകാലം എന്നും 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലമായിട്ടും പരിഗണിക്കുന്നു. ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത് എന്ന് പറയുന്നുണ്ട്. ഇറ്റാലിയൻ ചരിത്രകാരനായ ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ ഒരു രീതി ആവിഷ്കരിച്ചതായിട്ട് പറയുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഇറ്റാലിയൻ ചരിത്രകാരനായിട്ടുള്ള ഫ്ലാവിയോ ബിയോണ്ടോ, അതുപോലെ തന്നെ ലിയനാർഡോ ബ്രൂണി. ഇക്കാലത്ത് ചരിത്ര രചനയിലുണ്ടായ മാറ്റങ്ങൾ, ഇനിയും മാറ്റങ്ങൾ ഉണ്ട്. ഈ ഒരു ചരിത്ര രചനയിൽ കൂടുതലായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇത്. നമുക്ക് നോക്കാം. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്ര രചനയിലും പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. ചരിത്ര സംഭവങ്ങൾ ദൈവ സൃഷ്ടിയാണെന്നും ചരിത്രത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടായിരുന്നു മധ്യകാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ എന്താണ്? മധ്യകാലത്ത് ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുള്ള ഒരു മാറ്റം ചരിത്ര രചനയിലും പ്രതിഫലിച്ചു എന്ന് പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ എല്ലാം എന്താ നാം പറഞ്ഞിരുന്നത്? ചരിത്ര സംഭവങ്ങൾ ദൈവ സൃഷ്ടിയാണ്, അതിന്റെ ഗതി നിർണയിക്കുന്നത് ഒരു അതീന്ദ്ര ശക്തിയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ മധ്യകാലത്ത് ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ നവോത്ഥാന കാലത്ത് ഈ ഒരു കാഴ്ചപ്പാടിന് ശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഫ്ലാവിയോ ബിയോണ്ടയുടെയും ലിയനാർഡോ ബ്രൂണിയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു നവോത്ഥാന കാലഘട്ടം. സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും അഥവാ ക്രോണിക്കിൾസ്, പുരോഹിതരുടെ ജീവിത കഥകൾക്കും ഉപരിയായിട്ട് മനുഷ്യ ജീവിതം ചരിത്ര രചനയുടെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറുകയുണ്ടായി. പുരാവസ്തു ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത് ചരിത്ര രചനയിൽ? ആദ്യം സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങളും അതുപോലെ തന്നെ പുരോഹിതരുടെ ജീവിത കഥകളും ഒക്കെ ആയിരുന്നു ചരിത്രം. ഇതിനെല്ലാം ഉപരിയായിട്ട് മനുഷ്യ ജീവിതവും ഒരു ചരിത്ര ബിന്ദുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നവോത്ഥാനം. ഇനി എന്താണ് ദിനവൃത്താന്തം? ദിനവൃത്താന്തം നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. എന്താണ് ദിനവൃത്താന്തം നോക്കാം.
രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരർ ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു. കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. അപ്പൊ ഇതാണ് ദിനവൃത്താന്തമായിട്ട് പറയുന്നത്. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്ര രചനയിൽ സുപ്രധാനമായ സ്ഥാനം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നവോത്ഥാന ചരിത്രകലയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഈ ഒരു പുരാവസ്തു തെളിവുകളും ശേഷിപ്പുകളും. തൽഫലമായി ചരിത്രകാരർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രകഥയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ ഊർജിതമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്ര രചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി. മാക്കിവെല്ലിയും നവോത്ഥാന ചരിത്രയെ സമ്പന്നമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ നവോത്ഥാനവും ശാസ്ത്രവും തുടങ്ങുന്ന ഒരു വരികൾ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് നോക്കാം. 1609 സാഹിത്യത്തിന്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിലെ തന്റെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രക്റ്റിന്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിന്റെ പ്രാരംഭവാക്യമാണിത്. ഈ ഒരു വാക്കുകൾ എവിടെ നിന്നെടുത്തതാണ്? പ്രശസ്തനായ ഒരു ജർമ്മൻ നാടകകൃത്തായിരുന്നു ബെർത്തോൾഡ് ബ്രക്റ്റ്. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം. ഈ ഒരു നാടകത്തിലെ പ്രാരംഭം, ഈ ഒരു നാടകത്തിന് ആദ്യം കൊടുത്തിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം 16-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെ കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നിലവിലിരുന്ന ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് നമുക്ക് നോക്കാം. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടിരുന്നു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മേഖല ജ്യോതിശാസ്ത്രമായിരുന്നു. പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് ടോളമി പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു ടോളമിയുടെ സിദ്ധാന്തം 16-ാം നൂറ്റാണ്ട് വരെയും വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടിരുന്നു. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. ആദ്യം ടോളമി എന്ത് പറഞ്ഞിരുന്നു? പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ 16-ാം നൂറ്റാണ്ട് വരെ ഈ ഒരു ആശയം തന്നെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോളണ്ടുകാരനായ കോപ്പർനിക്കസ് വന്നു ഈ ഒരു ആശയത്തെ വെല്ലുവിളിച്ചു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് ആര് വാദിച്ചു? പോളണ്ടുകാരനായ പുരോഹിതനുമായിട്ടുള്ള കോപ്പർനിക്കസ് വാദിച്ചു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹം നിരീക്ഷിച്ച് കണ്ടെത്തും. കോപ്പർനിക്കസിന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി. ഇത് 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. അപ്പോൾ ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിക്കാൻ ഈ ഒരു കണ്ടുപിടുത്തം ഗുണം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. ഗലീലിയോയുടെ കണ്ടെത്തൽ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ ശരിവെച്ചു. അപ്പോ ഗലീലിയോ ഗലീലി എന്താണ് ദൂരദർശിനി നിർമ്മിച്ചു അല്ലെ. അപ്പൊ ഈ ഒരു ദൂരദർശിനിയിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? കോപ്പർനിക്കസ് കണ്ടെത്തിയ സിദ്ധാന്തങ്ങളെല്ലാം ശരി തന്നെയാണ് എന്ന് കണ്ടെത്തി. ഇനി കോപ്പർനിക്കസിന്റെയും ഗലീലിയോ നിർമ്മിച്ച ദൂരദർശിനിയുടെയും ഐസക് ന്യൂട്ടന്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. സ്വിറ്റ്സർലൻഡുകാരനായ പാരാസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തു. അപ്പൊ ശരീരശാസ്ത്ര രംഗത്ത് വന്നിട്ടുള്ള നേട്ടങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്തും
സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസ് എന്ത് കണ്ടെത്തി? രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ചു, അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ആൻഡ്രിയസ് ബെസാലിയസ് എന്ത് ചെയ്തു? മൃതശരീരങ്ങൾ കീറി മുറിച്ചുകൊണ്ട് ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മതനവീകരണം അഥവാ റിഫോർമേഷൻ. നവോത്ഥാനത്തിന്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചിരുന്നു. ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹക്സ്, സവാനറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. അപ്പൊ നമുക്ക് പറയാം മതരംഗത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് പറയുന്നത്. ഇറാസ്മസ് പോലുള്ള മാനവികതാവാദികൾ എന്ത് ചെയ്തിരുന്നു? ആക്ഷേപഹാസ്യ കൃതികളും അതുപോലെ തന്നെ ജോൺ വൈക്ലിഫ്, ജോൺ ഹക്സ്, സവാനറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലം ഒരുക്കിയതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അന്ന് നിലനിന്നിരുന്ന ഒരു പാപവിമോചന പത്രം നിലനിന്നിരുന്നു. ഇതിന്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി എന്ന് പറയുന്നുണ്ട്. പാപവിമോചന പത്രം പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്ന് മോചനം നേടാം എന്ന് മതനേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികൾ, കത്തീഡ്രലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നതായിരുന്നു സഭാ നേതൃത്വത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഈ ഒരു പാപവിമോചന പത്രം വാങ്ങിക്കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാം എന്നാണ് മതനേതൃത്വം ജനങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പാപവിമോചന പത്രം ആളുകൾ വാങ്ങും. ഇതിലൂടെ ശേഖരിക്കുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യാണ്? ആശുപത്രികളും കത്തീഡ്രലുകളും എല്ലാം നിർമ്മിച്ചു. അപ്പൊ ഈ ഒരു പാപവിമോചന പത്രം ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വരുത്തിയ ഒരു സംഭവമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ വിൽപ്പനയ്ക്കായി ജൊഹാൻ ടെക്സൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിലെത്തി. പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തന്റെ 95 പ്രബന്ധങ്ങൾ 95 തീസിസ് പതിപ്പിച്ചു. എന്ത് ചെയ്യാണ്? ഈ ഒരു വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തന്റെ 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പൊ ഇതെന്താണ്? ഒരു മതനവീകരണ പ്രസ്ഥാനം അവിടെ രൂപീകരിക്കപ്പെടുകയാണ്. ഈ ഒരു പ്രസ്ഥാനമാണ് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തന്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത്. എന്നാൽ അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു മതനവീകരണത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തത്? ഈ ഒരു തന്റെ 95 പ്രബന്ധങ്ങൾ ആ ഒരു വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ പതിപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോ ഇതൊരു മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ആരംഭമായിട്ട് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണമായി. ഒരു ആശയപരമായ സംവാദമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നത്. ജർമ്മൻ ഭാഷയിലായിരുന്നില്ല, ലാറ്റിൻ ഭാഷയിലായിരുന്നു തന്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിരുന്നത്. അപ്പൊ എന്താ ചെയ്തത്? ഇത് ചില അജ്ഞാതരായ ചിലർ എന്ത് ചെയ്യാണ്? ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് പ്രചരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇറാസ്മസിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർട്ടിൻ ലൂതറുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പശ്ചാത്തലം ഒരുക്കിയിരുന്നു. മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താല്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തു പകർന്നതായി പറയുന്നുണ്ട്. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രമാദിത്വത്തെയും എന്ത് ചെയ്യാണ്? ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പൊ എവിടെയാണ് മതനവീകരണം ആരംഭിച്ചത്? ജർമ്മനിയിലാണ്. ഇത് പിന്നീട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതായി പറയുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ഉൾറിച്ച് സ്വിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരും
ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. സ്വിറ്റ്സർലൻഡിൽ ആരായിരുന്നു? ഉൾറിച്ച് സിംഗ്ലിയും ജോൺ കാൽവിനും. അതുപോലെ ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ എന്നും അറിയപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ട് പ്രതിമത നവീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അഥവാ കൗണ്ടർ റിഫോർമേഷൻ. മതനവീകരണത്തെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇനി പ്രതിമത നവീകരണം എന്താന്ന് നോക്കാം. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതാണ് പ്രതിമത നവീകരണം. ഇതിന്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെന്റിൽ സഭാ നേതൃത്വത്തിന്റെ ഒരു സമ്മേളനം അഥവാ സുനഹദോസ് വിളിച്ചു ചേർത്തു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. തൽഫലമായി പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രസിദ്ധീകരിച്ചു. ഈ ഒരു പട്ടികയുടെ പേരാണ് ഇൻഡെക്സ്. ഇത് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. അത് മധ്യകാലത്ത് ഇനി നമുക്ക് ഈ പ്രതിമത നവീകരണത്തിൽ വരുന്ന അടുത്ത കാര്യം, സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് പറയുന്നത്? ഇഗ്നേഷ്യസ് ലയോളയെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച സഭ ഏതാണ്? സൊസൈറ്റി ഓഫ് ജീസസ്. അപ്പോൾ ഈ ഒരു സഭ പ്രതിമത നവീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രതിമത നവീകരണത്തിൽ ഇഗ്നേഷ്യസ് ലയോളയ്ക്കുള്ള പങ്കാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രതിമത നവീകരണം കത്തോലിക്ക മതനവീകരണം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി വരുന്നത് ഗ്രീക്കോ റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവികാശയങ്ങളുടെ വികാസ പരിണാമഘട്ടത്തെയാണ് നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത്. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. മനുഷ്യനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് നവോത്ഥാനത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചുമെല്ലാമാണല്ലേ ചർച്ച ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ഒരു സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു അടുത്തൊരു ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.